ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മധുര പലഹാരമാണ്. ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു മാലഡു അല്ലെങ്കിൽ ഒരു ലഡു എന്ന് വേണമെങ്കിലും പറയാം. വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പൊടി ഇടുക കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏകദേശം ഈ ഒരു വലിപ്പത്തിനുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ കപ്പോ എന്തെങ്കിലും എടുത്താൽ മതി. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ. ഗോതമ്പ് പൊടി നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ നല്ലൊരു മണം വരും. ഈ നട്ട്സൊക്കെ വറുക്കുമ്പോൾ വരുന്നൊരു മണം ഉണ്ടല്ലോ, അതുപോലൊരു മണം വരും. എപ്പോഴും തീ കുറച്ച് തന്നെ ഇടണം. പൊടി ഒരിക്കലും കരിഞ്ഞു പോകരുത്. പക്ഷേ അത് നന്നായിട്ട് മൂത്ത് കിട്ടുക എന്നുള്ളത് ഈ ലഡുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നേരെ മൂത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗോതമ്പ് പൊടിയുടെ ഒരു പച്ച മണമായിരിക്കും, പച്ച ചുവയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, ചെറുതായിട്ടൊന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരും. ഞാൻ പറഞ്ഞ പോലെ നട്ട്സൊക്കെ വറുക്കുമ്പോൾ ഉള്ളൊരു മണം വരും. അപ്പം അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചു. ഇനി ഇതേ പാനിൽ തന്നെ ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. നെയ്യുടെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. 4 ടേബിൾ സ്പൂൺ മുതൽ 6 ടേബിൾ സ്പൂൺ വരെ നെയ്യ് നമുക്ക് വേണ്ടി വരും. തൽക്കാലം ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെങ്കിൽ പിന്നെ എടുക്കാം. ഇനി ഒരു മിക്സി ജാറിലോട്ട് ഇതുപോലെ 2-3 പീസ് കപ്പലണ്ടി മിഠായി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിന് പകരം വെറുതെ കപ്പലണ്ടി റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ മിഠായി ചേർക്കുമ്പം കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും കൂടി വരും. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഞാൻ 3 എണ്ണം ചേർത്ത് കേട്ടോ. ഇനി ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി പൊടിച്ചെടുക്കാം. ഒന്നുകിൽ നല്ല ചെറിയ തരിയോടുകൂടി പൊടിക്കാം, അല്ലെങ്കിൽ നല്ല പൗഡറായിട്ട് പൊടിക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇത് ഗോതമ്പ് പൊടിയുടെ കൂടെ ഇട്ട് വെച്ചു. ഇനി ഇതേ മിക്സി ജാറിൽ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടൊന്ന് പൊടിക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. കപ്പലണ്ടി മിഠായിയിൽ കുറച്ച് മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അതും നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ ചേർക്കുമ്പം ഒത്തിരി മധുരം കാണത്തില്ല ലഡുവിന്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഗോതമ്പ് പൊടി, നമ്മൾ കപ്പലണ്ടി മിഠായി പൊടിച്ചത്, പഞ്ചസാര കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ചെറിയ ചൂടോടുകൂടി ഇരിക്കുന്ന നെയ്യ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. നെയ്യ് ഒരുമിച്ച് ഒഴിക്കേണ്ട. ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിനാണ് വേണ്ടത് കേട്ടോ. ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയി പോകാൻ പാടില്ല. കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് മാത്രം നെയ്യ് ഒഴിച്ചാൽ മതി. അപ്പം അതുകൊണ്ടാണ് ഞാൻ നെയ്യുടെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ആദ്യം എടുത്തത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒന്ന് ചൂടാക്കി ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ ആയിരിക്കും, പക്ഷേ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു പാകത്തിനാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഏത് വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഉരുട്ടി വെക്കാം. ഓക്കെ, കയ്യിൽ എണ്ണ ഒന്നും തടവേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ മിക്സ് ഒത്തിരി സോഫ്റ്റ് ആയി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ലഡു അല്ലെങ്കിൽ മാലഡു കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. പിന്നെ ഇതിനകത്ത് നെയ്യ് തന്നെ ഉപയോഗിക്കണം. അതിന് പകരം എണ്ണ എടുക്കാൻ പറ്റില്ല. നമ്മൾ ആ റോസ്റ്റ് ചെയ്തെടുത്ത ഗോതമ്പ് പൊടിയും നെയ്യും കൂടി മിക്സായി വരുന്നതാണ് ഈ ലഡുവിൻ്റെ നല്ലൊരു ടേസ്റ്റ്. മെയിനായിട്ടുള്ള ടേസ്റ്റ് അതാണ്. അപ്പോൾ അതുകൊണ്ട് എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഉരുട്ടി വെക്കാം. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതുണ്ടാക്കുമ്പോൾ 2 കാര്യങ്ങൾ മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഗോതമ്പ് പൊടി മൂപ്പിച്ചെടുക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യണം. നല്ല ആ ഒരു നട്ട്സൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഫ്ലേവർ, ആ ഒരു മണം വരുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്യണം. ചെറിയൊരു ബ്രൗൺ കളറും വരും.
പിന്നെ ഇത് നെയ്യ് ചേർക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കറക്റ്റ് അളവിൽ ഒരുപാട് സോഫ്റ്റ് ആയി പോവാതെ ശ്രദ്ധിച്ച് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് വെക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് സെറ്റായി വരും. കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് വരും. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ സോഫ്റ്റ് ഒന്നും അല്ല. കണ്ടത് ഇതുപോലെയാണ്. നമ്മൾ ഒരു സാധാരണ മലാഡു കഴിക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ വായിലിടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന പോലുള്ളൊരു ടെക്സ്ചറാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.